യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച ദിവസം ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും അനുഗ്രഹവും നമ്മളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ സമയം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്ന സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം, ദൈവവചനം ധ്യാനിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ സമയം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുന്ന സമയമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇന്നൊരത്ഭുതം അനുഭവിക്കും, ഞാൻ ഇന്നൊരടയാളം കാണും, എൻ്റെ ശരീരത്തിനകത്തൊരു സൗഖ്യം ഞാൻ അനുഭവിക്കും. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുക. തുറക്കാൻ പറ്റാത്ത ചോറ്റുപാത്രം, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ അത് ആ കുഞ്ഞുങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. പല രീതിയിലും ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല. ഉടനെ ആ തുറക്കാൻ പറ്റാത്ത ചോറ്റുപാത്രം കുറേ കൂടി ആരോഗ്യമുള്ള ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് വളരെ ഈസിയായി തുറന്ന് കൊടുക്കും. ഇതുപോലെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ വരുന്ന മനുഷ്യരുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അവരവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളോടെ അവർ വരുന്നു. ചിലപ്പോൾ പ്രാർത്ഥനയുള്ളൊരു കൗൺസിലറിൻ്റെ അടുത്തോ, പ്രാർത്ഥനയുള്ള ഒരു ദൈവനിയോഗമുള്ള ഒരാളുടെ അടുത്തോ കൊണ്ടുപോയി ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേഗത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു, വളരെ വേഗത്തിൽ ആ പ്രതിസന്ധികൾക്ക് ഉത്തരവാകുന്നു. ഒരു ചോറ്റുപാത്രം തുറക്കാൻ പറ്റാത്തൊരു പാത്രം ആരോഗ്യമുള്ളൊരാൾ വേഗത്തിൽ തുറക്കുന്നത് പോലെ പ്രാർത്ഥനയുള്ള ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെയും വേഗത്തിൽ പരിഹരിച്ചു തരാൻ കഴിയും. അങ്ങനെ ഞങ്ങളൊക്കെ സാക്ഷികളാണ്. ഒരുപാട് പേരുടെ അനുഭവങ്ങളെ ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 6-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണത്തെക്കുറിച്ചാണ്. യെശയ്യാ 62:6 ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും ആയുധങ്ങളേന്തിയ ദൂതന്മാരെ കാവലേർപ്പെടുത്തും. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ, ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. എത്ര നേരം, ഏതൊക്കെ സമയങ്ങളിൽ? രാത്രിയും പകലും. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുവരെ നിങ്ങൾ വിശ്രമിക്കരുത്. വലിയൊരു ദൈവീക സംരക്ഷണമാണിത്. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും, നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും, പ്രിയപ്പെട്ടവർക്ക് ചുറ്റും ഇതുപോലെ ദൈവം കാവൽക്കാരെ, ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട്. രാത്രിയും പകലും, ഡേ ആൻഡ് നൈറ്റ്. ഇതൊരു ദൈവീക സംരക്ഷണമാണ്. ഞാനിതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചകളിലുള്ള പ്രസംഗത്തിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ. ദൈവം ചില മനുഷ്യരെ നമുക്ക് വേണ്ടി നിയോഗിക്കും. ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ ദൈവം നമ്മളെ കരുതും. ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ മാറ്റിവിടും, തിരിച്ചുവിടും. പല കാര്യങ്ങളും. ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരാൾ 100,000 പേരുടെ ഇടയിൽ നിന്നാലും ആ സംരക്ഷണം കിട്ടും.
ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരാൾ 10,000-കണക്കിന് വാഹനങ്ങൾക്കിടയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോഴും ആ വാഹനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കരുതലും കാവലും ഉണ്ടാവും. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അതിന്മേലുണ്ടാവും. ഒരു കേടോ ഒരു പരിക്കോ വരാതെ ദൈവം സംരക്ഷിക്കും. ഒരു ദോഷവും വരാതെ ദൈവം പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ആവശ്യമാണ്. എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, ജെറുസലേമിന് ചുറ്റും, ആ മതിലുകൾക്ക് ചുറ്റും കാവൽക്കാരെ നിർത്തിയതുപോലെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തിന് ചുറ്റും അങ്ങയുടെ കാവൽ ദൂതന്മാരെ നിയോഗിക്കണമേ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങളുടെ വീട്ടിലെന്നും വഴക്കാണ്. ഒരു ദിവസം സന്തോഷമാണ്, 10 ദിവസം വഴക്കാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു മാസം പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരു ദിവസം വചനം ഇങ്ങനെ കേട്ടാൽ പിന്നെ വചനം കേൾക്കാൻ തോന്നില്ല. വീടിനകത്ത് എന്നും രോഗമാണ്. എത്ര പൈസ കിട്ടിയാലും അത് ആശുപത്രി കൊടുക്കാനേ തികയുന്നുള്ളൂ. മരുന്നിന് മാത്രമേ അത് പ്രയോജനപ്പെടുന്നുള്ളൂ. ഒരു ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ പ്രത്യേകം ഏറ്റെടുക്കണം. ജെറുസലേമേ, നിൻ്റെ മതിലുകളിൽ ഒരു പ്രശ്നവും വരാതിരിക്കാൻ ഞാൻ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. കർത്താവേ, ഇതേ കാവൽ ദൂതന്മാരെ എൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചുറ്റും നിർത്തണമേ. പ്രാർത്ഥിച്ചാൽ അതതുപോലെ സംഭവിക്കും. അത് അനുഭവിക്കാൻ കഴിയും. അത് അനേകരുടെ അനുഭവമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിലോ പണ്ടേ തവിട് പൊടിയായനേയും തകർന്നു പോയേനേയും ഒറ്റപ്പെട്ടു പോയേനേയും നിരാശ ബാധിച്ചേനേയും വല്ലാതെ മനസ്സ് ഡൗണായി പോയേനേയും പിടിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, ദൈവത്തിൻ്റെ കരുതലാണ് പിടിച്ചു നിർത്തിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ആ പ്രയാസത്തിൽ നിന്ന് എങ്ങനെയാണ് കരകയറിയത്? ആ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയാണ് ജയിച്ചത്? ദൈവത്തിൻ്റെ കരം കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, കർത്താവേ, ജെറുസലേമേ, നിൻ്റെ മതിലുകൾക്ക് ചുറ്റും ഞാൻ കാവൽക്കാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ചുറ്റും കാവൽക്കാരെ നിയോഗിക്കണമേ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ച്, പരാജയം ആഗ്രഹിച്ച്, നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തിന്മയുടെ ശക്തികളോട് കൂട്ടുചേർന്ന് മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രവോ ക്ഷുദ്രപ്രയോഗമോ അല്ലെങ്കിൽ അന്ധകാര സ്വാധീനങ്ങളോട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്താലും അത് നിങ്ങളെ ഏൽക്കാതിരിക്കും. അത് ഈ ചേമ്പലയുടെ മുകളിൽ ഒരു പ്രത്യേക ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു എണ്ണമയമുണ്ട്. എത്ര വെള്ളം ഒഴിച്ചാലും അതൊരു ബോൾ പോലെയായി അതുരുണ്ട് താഴോട്ട് പോകത്തേ ഉള്ളൂ. ആ ഇലയിൽ അത് പറ്റുകയില്ല. ഇതുപോലെ നമുക്കെതിരെ എന്തു ചെയ്താലും, അസൂയയോടെ പെരുമാറിയാലും, അസ്വസ്ഥരായി പെരുമാറിയാലും, തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ചാലും, ദുഷ്ട ഉദ്ദേശത്തോടെ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും അതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും തലമുറകൾക്കൊക്കെ ചുറ്റും ദൈവം ചില കാവൽ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ രാത്രിയോ പകലോ ഉറങ്ങി വിശ്രമിക്കുകയില്ല. യെശയ്യാ 62 വചനമാണ് വായിച്ചത്. എഴുതി വയ്ക്കണം, വീടിൻ്റെ ഭിത്തികളിൽ എഴുതി വയ്ക്കണം, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കണം, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കണം. ഇത് പേഴ്സിനകത്ത് ഇതൊക്കെ ആവശ്യം വരും. ഇതൊക്കെ ആവശ്യം. ഈ വചനം കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം, അങ്ങയുടെ കാവൽ ഇന്ന് എൻ്റെ ജീവിതത്തിന്, എൻ്റെ ബിസിനസ്സിന്, എൻ്റെ കൃഷിയിടങ്ങൾക്ക്, എൻ്റെ പിള്ളേർക്ക്, വരുമാന മാർഗങ്ങൾക്ക്, ആരോഗ്യത്തിന് ചുറ്റും നിർത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അനുഗ്രഹം എന്ന പുണ്യഭൂമിക്ക് ചുറ്റും അങ്ങയുടെ കാവൽ ദൂതന്മാരെ നിയോഗിക്കണമേ. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകൾക്ക് ചുറ്റും അങ്ങയുടെ കാവൽ ദൂതന്മാരെ നിയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് സിസ്റ്റേഴ്സിനായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. മറക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇടവകയിലോ കുടുംബക്കാരോ സിസ്റ്റേഴ്സായിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയുക. ഏകദേശം അരമണിക്കൂർ സമയമാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പരിചയക്കാർ കേൾക്കുന്നെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുക, വാമൊഴിയായി അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും തീരുമാനത്തിലും ഉണ്ടായിരിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. ജെറുസലേമേ, നിൻ്റെ മതിലുകൾക്ക് ചുറ്റും ഞാൻ കാവൽ ദൂതന്മാരെ നിയോഗിച്ചെന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ കാവൽ ദൂതന്മാരെ ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും നിയോഗിക്കണമേ. അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് ചുറ്റും ഈ സംരക്ഷണമുണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും അഭിവൃദ്ധി പ്രാപിക്കട്ടെ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നല്ലതുപോലെ ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാകട്ടെ. ഐശ്വര്യം അനുഭവിക്കാൻ കഴിയട്ടെ. സൗഖ്യം അനുഭവിക്കാൻ കഴിയട്ടെ. ഒരു പുതിയ വഴി തുറക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമായിരിക്കട്ടെ. നല്ലൊരു ജോലിക്ക് വേണ്ടി നല്ലൊരു ജോലി ലഭിക്കാൻ അത് കാരണമാകട്ടെ. നല്ലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടയാകട്ടെ. PR ലഭിക്കാൻ ഇടയാകട്ടെ. ഒരു ജോലിയുടെ മേഖലകളിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് സിസ്റ്റേഴ്സിനായിട്ടുള്ള പ്രാർത്ഥനകളുള്ളത്. മറക്കാതെ അറിയിക്കുക, കാണുക, കേൾക്കുക. നമുക്കൊരുമിച്ചൊരു കുടുംബമായി വചനം കേട്ട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ച ഒരുമിച്ച് കാണുന്നത് വരെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. നാളെയും 5:30 തന്നെ വചനം കേൾക്കാൻ ഭാഗ്യവും അവസരവും ആരോഗ്യവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൽപ്പിച്ചു തരട്ടെ. പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.